ഹലോ ഗൈസ്, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു പുള്ളിക്കാരൻ്റെ പ്രതിജ്ഞയും, അതായത് സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ. ഈ വർഷം അതേ സമയത്ത് തന്നെ പുള്ളി പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാണം കെട്ട് ചൂളിയൊരവസ്ഥ. ഇതിനെല്ലാം കാരണക്കാരനാരാ? ഇയാൾ തന്നെ. ഇയാളുടെ കയ്യിലിരിപ്പ് വളരെയധികം മോശമായിരുന്നു. സ്ത്രീകളോട് ഇയാൾക്കുള്ള താല്പര്യമാണ് ഇയാളെ ഇപ്പം ഇത്രയും ഒരു അധപ്പതനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, ദിവസം കൊള്ളാം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വർഷം ഇതേ സമയത്ത് തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി രാജിവെക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഒരു ചെറുപുഞ്ചിരിയോടെ കേരള നിയമസഭയിലെ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയും പാലക്കാടും ആ ചെറുപ്പക്കാരനിൽ ഒരുപാട് പ്രതീക്ഷ വെച്ചു. പക്ഷേ അയാളോ പുഞ്ചിരിയാൽ മറകെട്ടിയ വൈകൃതങ്ങൾ കൊണ്ട് നാടൊട്ടുക്കും വലവിരിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് കൃത്യം ഒരു വർഷം തികയുന്ന ദിനമാണ് ഇന്ന്. റീലുകളിലൂടെ വന്നവൻ റിയൽ ലൈഫിൽ പുറത്താകും. കൂട്ടത്തിൽ നിന്ന് ഒറ്റയ്ക്കാകുന്ന മാങ്കൂട്ടത്തിൽ നാണം കെട്ട് പുറത്തായ പാർട്ടിയിലെ പുകഞ്ഞ കൊള്ളി. MLA സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്ന് നേതാക്കൾ ഒറ്റ സ്വരത്തിൽ പറയുന്നു. അറസ്റ്റാണ് മുന്നിലുള്ളത്. കീഴടങ്ങാനും സാധ്യതയുണ്ട്. ബ്രഹ്മാസ്ത്രം രാഹുലിന്റെ നെഞ്ചിൽ തറച്ചിരിക്കുന്നു.